സ്വാദീസ് ബഡായിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഇപ്പൊ നമുക്ക് ഓണാണല്ലോ വരുന്നത്. ഓണം കഴിഞ്ഞ് പിന്നെ വരുന്നത് തിരുവാതിര. അപ്പൊ തിരുവാതിരക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം ഒരു കോമഡി രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. ആയിക്കോട്ടെ. ഇപ്പൊ മുള ഒഴിഞ്ഞാലും കുഴമ്പച്ചാമി എന്നാണ് ഇതിന്റെ പേര്. മുള ഒഴിഞ്ഞാലും കുളന്തച്ചാമി കല്യാണം. ഈ മുള ഒഴിഞ്ഞാലും എന്നൊന്നും പറഞ്ഞ അപ്പുറത്തെ ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ദേശത്തെ മൂത്താശാരിയുടെ കാർമ്മികത്വത്തിൽ എണ്ണം പറഞ്ഞ നല്ല മുള തെരഞ്ഞു പിടിച്ച് സ്ഥലത്തെ പ്രധാന പയ്യന്മാർ വെട്ടിക്കൊണ്ടുവന്ന് പകുതി ഭാഗം നടുപൊളിച്ച് ബാക്കി ഭാഗം കനമുള്ള ചൂടി കൊണ്ട് പരിഞ്ഞു കെട്ടി അടി തുളച്ച് കയറി നിൽക്കാൻ പാകത്തിൽ പലകയിട്ട് മുകൾ ഭാഗം എണുപ്പും കെണുപ്പും വെച്ച് മാവും കൊമ്പത്ത് ഉറപ്പിച്ച് തിരുവാതിരയ്ക്ക് ആടി തിമിർക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒന്നാണ് മുള ഊഞ്ഞാല്. പലകയിൽ രണ്ടുപേർ അകം തിരിഞ്ഞ് കയറി നിന്ന് ചുക്കം കുത്തിയാൽ ഊഞ്ഞാലിൽ മൂളിപ്പറന്ന് ആകാശം തൊട്ടു വരാം. പക്ഷെ നല്ല കായബലമാണ്. കണ്ടു നിൽക്കാൻ 10 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ആണുങ്ങൾ വാശിയുടെ കൈലാസത്തിലേക്ക് ചുക്കം കുത്തും. സ്ത്രീകളും മോശക്കാരല്ല. കല്യാണിയടുത്തി തങ്കമണിയടുത്തി ഒക്കെ അക്കാലത്തെ ഊഞ്ഞാൽ ഫെമിനിസ്റ്റുകളാണ്. പാട്ടാടകൾ എന്നാണ് മുത്തശ്ശി അവരെ വിളിക്കുന്നത്. ഞങ്ങൾ കുട്ടികളുടെ കാര്യം വലിയ പരിങ്ങല. മുതിർന്നവരെ പോലെ ആ ഊഞ്ഞാൽ ഞങ്ങൾക്ക് വഴങ്ങി തരില്ല. എന്നാലും കയറി ആടാനുള്ള ഒരു പൂതി അടങ്ങില്ല. കുട്ടികൾക്ക് വേണ്ടി തൊട്ടടുത്ത പുളിങ്കൊമ്പിൽ കയറൂഞ്ഞാലിട്ടുണ്ടാവും. അതിൽ കയറി ആടുന്നതിനേക്കാൾ ഇഷ്ടം അതിൽ കാലുകുത്തി വട്ടത്തിൽ തിരിഞ്ഞ് പിരിപിരിയായി തരംഗം മലങ്കം കറങ്ങുന്നതാണ്. പുലരുവാൻ 7:30 രാവുള്ളപ്പോ തൊട്ട വീട്ടിലെ കാളിയമ്മായി ഞെട്ടുണർന്ന് മുറ്റത്തിറങ്ങി നിന്ന് 5:30 തൊണ്ട ശരിയാക്കി ഒരു തിരുവാതിരപ്പാട്ട് 8 ദിക്കിലേക്കും പ്രക്ഷേപണം ചെയ്യും. തിരുവാതിര കുളിക്കാൻ പോകാനുള്ള ഒരു കൂടും. തിരുവാതിരയ്ക്ക് മുമ്പ് തന്നെ അടുപ്പിച്ച് 3-4 ദിവസങ്ങളിലായിട്ട് അരങ്ങേറുന്ന ഒരു ആഘോഷ സംവിധാനമാണ് ഈ തിരുവാതിര കുളി. കളിയല്ല, കുളി. 10-20 സ്ത്രീകളും ഉറുപ്പിയിൽ അരക്കാല് പെട്ട പോലെ ഞങ്ങൾ കുട്ടികളും ഒരു വാനരപ്പടയും അത്യാവശ്യം മീശ വരച്ചു തുടങ്ങിയ ധീര വിപ്ലവകാരികളും അടങ്ങുന്ന ഒരു സ്വദേശ സംഘമാണ് ഈ കുളിസീനിൽ അണിനിരക്കുന്ന അഭിനേതാക്കൾ. നന്നെ പുലർച്ചെ പന്തം, ചൂട്ട്, പാട്ട് എന്നിങ്ങനെയാണ് പുഴയിലേക്കുള്ള പുറപ്പാട്. പുഴമണലിന് മഞ്ഞിന്റെ തണുപ്പും വെള്ളത്തിന് പനിയുടെ ചൂടുമായിരിക്കും. അപ്പൊ കയ്യിൽ കിട്ടുന്ന ചപ്പലകളും ചുള്ളിക്കമ്പും കൂട്ടി ചെറുവല്യക്കാർ പുഴക്കരയിൽ തീ കാഞ്ഞു തുടങ്ങിയാൽ പിന്നെ എനിക്ക് കുളിക്കാൻ തോന്നില്ല. കുളിച്ചു എന്ന് കളവ് പറഞ്ഞ് തിരിച്ചു പോന്നാലോ എന്നൊരു ഐഡിയ ചൂട് പിടിച്ചു വരുമ്പോഴായിരിക്കും കൂട്ടുകാരെങ്കിലും ഒരു കുടന്ന വെള്ളം കൊണ്ടുവന്ന് മേല് തടിക്കും. തണുപ്പ് കൊണ്ട് അവിടെ പൊള്ളും. പിന്നെ ഗതികെട്ട് പുഴയിൽ ചാടും. അതാണ് പതിവ്. ഇപ്രാവശ്യം മടി പിടിച്ചിരിക്കാൻ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, കുളന്തച്ചാമി. വയസ്സ് 10-25 10-25 വയസ്സായിട്ടുണ്ടാവും മൂപ്പർക്ക്. ലൈൻ വീട്ടിലെ ദമയന്തി അടുത്ത് കല്യാണം കഴിച്ചത് പളനിച്ചാമി എന്നൊരു തമിഴനെയാണ്. പളനിച്ചാമിയുടെ തമ്പിച്ചാമിയാണ് കുളമ്പച്ചാമി. ചാമി എന്ന പേരിന് മലയാളത്തിലെ പോലെ തമിഴിൽ ഒറ്റയ്ക്ക് നിൽപ്പില്ല. അതുകൊണ്ടാണ് ഒരു കുളന്തയോ ഗോവിന്ദയൊക്കെ കൂടെ വേണം. ദമയന്തിക്ക് താഴെ 2 അനിയത്തിമാർ കൂടി കല്യാണ ദൂതും കാത്ത് പുര ഫുള്ളാക്കി നിൽക്കുന്നുണ്ട്. കുളന്തച്ചാമി ഇടയ്ക്കിടയ്ക്ക് വിരുന്ന് വരാനുള്ള കാരണവും മറ്റൊന്നല്ല. പക്ഷെ ആ കട്ടിൽ കണ്ട് കുളന്ത പനിക്കേണ്ടെന്നാണ് ദമയന്തി പറയുന്നത്. കാരണം പരിണാമ സിദ്ധാന്ത പ്രകാരം കുളന്തച്ചാമ്പി ഇനിയും ഒരാണായിട്ടില്ല എന്നാണ് ദമുവിന്റെ കണ്ടുപിടുത്തം. സംഗതി ശരിയാണ്. കുളന്തയുടെ നടപ്പും സംസാരവും ഒന്നൊരു പുരുഷരക്ഷണത്തിലേക്ക് വേണ്ടത്ര പരിണമിച്ചിട്ടില്ല. സ്ത്രീപക്ഷത്തു നിന്ന് പുറപ്പെട്ടിട്ട് 1/2 മണിക്കൂറായി. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പ് പുറപ്പെടാം എന്നൊരു ഭാവം സദാ മുഖത്തിട്ട് തന്നെ. കുളന്തച്ചാമി എന്ന പേരായതുകൊണ്ടോ എന്തോ ഞങ്ങൾ കുട്ടികളെ വലിയ കാര്യമായിരുന്നു. ചാമിയണ്ണ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാതെ അന്ത പുഴയിൽ പോയി ബെൽറ്റ് അടിക്കണ്ണ എന്ന് പറഞ്ഞ 2 കയ്യും നഞ്ഞത്ത് പണച്ചു വെച്ച് ഷോ എന്ന് പറയും. അന്ത ദമയന്തി അക്ക അവിടെ അനുജത്തിമാർ കാണട്ടെ അണ്ണ എന്ന് പറഞ്ഞ പണച്ചു വെച്ച കയ്യ് നഞ്ഞത്ത് അനക്കാതെ വെച്ച് അങ്ങനെ തന്നെ പോയി പുഴയിൽ തലകുത്തി മറിയും. ഞങ്ങൾ കയ്യടിക്കും. തിരിച്ചു വരുമ്പോ ഞങ്ങളോട് സ്വകാര്യത്തിൽ ചോദിക്കും, അന്ത ദമയന്തി അക്ക പാത്തച്ച. ഞങ്ങൾ പറയും അക്ക മാത്രമല്ല എല്ലാരും പാറ്റി. അതോടെ മൂപ്പ് റോക്കറ്റ് പോലെ കൂത്തു വരും. എന്റെ തിരുവാതിര കുളി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മുങ്ങല്. കുട്ടനെ തോർത്ത അമ്മയുടെ കയ്യിലാവും. ഒരുപാട് സ്ത്രീകൾക്കിടയിൽ ഏതാണ് അമ്മ എന്നറിയില്ല. തെരഞ്ഞു പിടിച്ച് ചെന്നാൽ തല നനഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മയുടെ വക തല പിടിച്ചൊരു 3-4 പൊക്കലുണ്ടാവും. അതോടുകൂടി കുളി തീർന്നു. കുളി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുട്ടികൾ ആരെയും കാത്തു നിൽക്കില്ല. ചുക്ക് നേരെ ഊഞ്ഞാലിന്റെ ചുവട്ടിലേക്ക് ഒരു പറക്കലാണ്. മറ്റുള്ളവർ വരുന്നതിന് മുമ്പ് ഊഞ്ഞാൽ ആടി തീർക്കണം. തിരുവാതിര ദിവസം വളരെ നേരത്തെ തന്നെ ഊഞ്ഞാൽ ചുവട് സജീവമാവും. റെയിൽവേ ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ ഊഞ്ഞാലാടാൻ ആൾ വരും.
തിരക്ക് ഒഴിവാക്കാൻ ഓരോരുത്തർക്ക് 10 ആട്ടം 15 ആട്ടം അങ്ങനെ ഒരു കണക്കൊക്കെ വരും. തിരുവാതിര അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ദമയന്തി അടുത്തിന്റെ വീട്ടിലൊരു ബളകളം. നാളെ ദമയന്തിമാർക്ക് കലി കയറിയിരിക്കാണ്. പളനിച്ചാമി കുളന്തിച്ചാമ്പയെ തെളിച്ചും കൊണ്ട് നേരെ ഊഞ്ഞാൽ ചോട്ടിലേക്കാണ് വരുന്നത്. എന്നാടി എൻ തമ്പി എന്നാ ആമ്പിളയല്ലേ, കാണിച്ചു തരാമടി, നിന്റെ തങ്കച്ചിമാർ വേണ്ട, இந்த നാട്ടിൽ നിന്ന് എന്റെ തമ്പിക്ക് വേറെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരവ്. പളനിച്ചാമി എന്ന ലേശം തണ്ണി പോട്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. അനിയന്റെ കല്യാണക്കാരൻ പറഞ്ഞ് പൊണ്ടാട്ടിയുമായിട്ട് വഴക്കൂടി വരികയാണ്. പളനി എല്ലാവരോടും കൂടി പറഞ്ഞു, എന്റെ തമ്പി ആണല്ലാത്ര, ഇവനൊന്ന് ഊഞ്ഞാലിൽ കയറ്റണം. അവൻ ഒറ്റയ്ക്കാടിപ്പോയി അന്ത മാവ് മരത്തിന്റെ ഇല പൊട്ടിച്ചു വരും. എല്ലാവരും കയ്യടിച്ചു. അല്ലെങ്കിൽ ദമയന്തിക്കും അവരുടെ അനിയത്തിമാർക്ക് ഇത്തിരി ഡമ്പ് കൂടുതലാണ്. കയ്യടിച്ചത് കൂടുതലും പെണ്ണുങ്ങളാണ്. അറിയാത്ത വഴിയിൽ കൂടി അറിയാത്ത വഴിയിൽ കൂടെ കഴുത്തിൽ കയറിട്ട് വലിച്ചു കൊണ്ടുവരുന്ന നായെ പോലെയാണ് കുളന്ത വന്നതെങ്കിലും പെണ്ണുങ്ങൾ കയ്യടിച്ചപ്പോ പൊത്തിപ്പിടിച്ച് ഊന്നാലിൽ കയറി. ഫസ്റ്റ് സെറ്റപ്പ് ശരിയാക്കാൻ 1-2 ഉശരന്മാർ ആട്ടി കൊടുത്തു. മാഞ്ചോട് പെട്ടെന്ന് സ്റ്റേഡിയമായി. കുളന്തിച്ചാമ്മി നോക്കുമ്പോ ഗാലറി മുഴുവൻ പെണ്ണുങ്ങളുടെ നിലക്കാത്ത കയ്യടി. ഊഞ്ഞാൽ പറവറുന്നു. അന്തലയെ പൊട്ടിക്കടാ. പളനിച്ചാമ്മി 2 വിരൽ വായിലിട്ട് വിസിലടിച്ചു. അന്ത കുളന്തിച്ചാമ്മി ഇപ്പം മൂച്ചിയുടെ ഇല പൊട്ടിക്കും. അതാ ഇല തൊട്ടു. പെട്ടെന്ന് ജനം ഷോ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഒച്ചുണ്ടാക്കി മൂക്കത്ത് വില വെച്ച് തല ചരിച്ചു പിടിച്ചു. 2 വക്കും കൂട്ടിയിടിച്ച് തമിഴ്നാട് ശൈലിയിലുള്ള ഒടുകൊണ്ടാണ് കുളന്തച്ചാമി ആരെയുമായിട്ടുള്ള ബന്ധം. അത് ഉപേക്ഷിച്ച് കാലിൽ വന്ന് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങോട്ട് തിരുവാതിരക്കുളിയിൽ നനഞ്ഞ മഞ്ഞ വരെയുള്ള കുളമ്പയുടെ ഡ്രോയർ അപ്പോഴും 10 വേലിയിൽ പാതി ഉടങ്ങാതെ കിടക്കുകയാണ്. കൃത്യം 2 മാസം കഴിഞ്ഞപ്പോൾ കുളന്തച്ചാമിയും ദമയന്തി അടുത്തിയുടെ അനിയത്തിയുമായുള്ള തിരുമണത്തിന്റെ മഞ്ഞൾ തേച്ചൊരു കല്യാണ പത്രിക പണ്ണെണ്ണം വീട്ടിൽ വന്നിട്ട് TAS പട്ടണം പൊടിയുടെ ഒരു സഞ്ചിയിൽ നിന്ന് എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട്, നിങ്ങൾ എല്ലാരും 2 നാൾ മുമ്പാകെ വരണം, കുളന്തച്ചാമ്പി ആമ്പിളയാച്ച്. സംഗതിയെല്ലാം കാണുന്നു. മുണ്ടൊക്കെ പോയതോടുകൂടി ആണാണെന്ന് തെളിഞ്ഞു. അതാണ് കഥയുടെ രത്നച്ചുരുക്ക്. അപ്പൊ അങ്ങനെ കഥ കുറച്ച് കഥകളുമായിട്ട് അവള് വീണ്ടും വരും. ഈ കഥ നിങ്ങളോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് ബേബി സത്യനും സത്യം ചവറയും. പുതിയ കഥകളുമായി ഞങ്ങൾ വീണ്ടും വരും. ഏവർക്കും നന്ദി, സ്നേഹം.